ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലാണല്ലോ കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്നതാണ് ഞാൻ. അപ്പോൾ ഇന്ന് നാത്തൂൻ്റെ 40ആണ്, അതായത് പ്രസവത്തിൻ്റെ പെറ്റണീക്കൽ എന്നൊക്കെ ഇവിടെ പറയാം. അപ്പോൾ ഇന്ന് 40ാമത്തെ ദിവസം നാപ്പോളി എന്നൊക്കെ പറയും അങ്ങനെ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ ബിരിയാണിക്കുള്ള എല്ലാ പരിപാടിയും നോക്കണം. ബിരിയാണി വെക്കുന്ന ഞാനാ, ബീഫ് ബിരിയാണി കേട്ടോ വെക്കുന്നത്. ഈ കല്യാണ വീട്ടിലൊക്കെ വെക്കുന്ന പോലത്തെ ഒരു ബിരിയാണി വെക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ ആദ്യമായിട്ട് വെച്ച് നോക്കുകയാണ്. അപ്പോൾ എങ്ങനെയാവുന്നൊന്നും അറിയില്ല, എങ്കിലും എൻ്റെ വിശ്വാസത്തിൽ അവരും ആന്ന് പറഞ്ഞിട്ട് ഞാൻ വെക്കുകയാണ്. അപ്പോൾ ഇതാ മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്, തക്കാളി, ഉള്ളി എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഞാൻ അതൊക്കെ അവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബീഫ് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ അവിടെ മാറ്റി വെക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ എന്തായാലും മാറ്റി വെക്കാം. അപ്പം നല്ല ബീഫ് നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടതാണ്, ഈ വെക്കാൻ പോകുന്ന ആൾക്കാരെ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ അതിൽ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ ബിരിയാണി വെച്ചത്. ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കും, ബീഫ് ബിരിയാണി ഇങ്ങനെ വെക്കുന്നത് ആദ്യമായിട്ട്. അങ്ങനെ അതവിടെ മാറ്റിയതിന് ശേഷം ഞാനിതാ നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചിക്കനിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഉപ്പ്, മുളക് പൊടി, കുറച്ച് തൈര്, പിന്നെ കുറച്ച് 1-2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒരു ഉച്ച അങ്ങനെ ആകുമ്പോൾ പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം ഉപ്പും മുളകൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. തൈര് ചേർക്കുമ്പോൾ ചിക്കനായാലും ബീഫിനായാലും നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കാണുമ്പോൾ മൊത്തത്തിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പെരക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇന്നലെ നമ്മൾ കുഞ്ഞിപ്പത്തിൽ പരത്തി വെച്ചിട്ടുണ്ട് രാത്രിക്ക്, എന്നിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ രാവിലെ ഉമ്മ അത് വറവ് ചെയ്തിടുന്നുണ്ട്, കാരണം എല്ലാവർക്കും നാസ്ത വേണമല്ലോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ശരിക്കും തിങ്കളാഴ്ചയാണ് പരിപാടി വേണ്ടത്, അതായത് വീഡിയോ വരുന്ന അന്നാണ് പരിപാടി വേണ്ടത്. പക്ഷേ ഞങ്ങൾ ഞായറാഴ്ച എല്ലാവരും ഉള്ളത് കൊണ്ട് ഞായറാഴ്ചത്തേക്ക് ആക്കിയതാണ്. അങ്ങനെ എന്താ ഞാനതൊക്കെ അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചായ കുടിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ചായ വെക്കാം. ഇപ്പം നമ്മൾ കുഞ്ഞിപ്പത്തിലും ചായ കുടിക്കുന്നത്, ചായയല്ല കാപ്പി. നമുക്ക് വീട്ടിൽ പോയാൽ പിന്നെ കാപ്പി കുടിക്കണം, ഇവിടുന്ന് അത്ര വലിയ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ, കാരണം ബാക്കിയുള്ള എല്ലാ ഇതും ഉണ്ടല്ലോ. പിന്നെ വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും പിന്നെ എൻ്റെ വീട്ടിലുള്ളവരും പിന്നെ തറവാട്ടത്തോലും മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ പരിപാടി. അങ്ങനെ എന്താ ഞാൻ ചായയോടൊക്കെ കഴിഞ്ഞപ്പോൾ ബീഫിനിപ്പോൾ വേവിക്കാൻ വെക്കാം. അപ്പം അതിലേക്ക് ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത്, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതിട്ടിട്ട് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉമ്മ ഇതാ ഇവിടെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള, അതായത് ബിരിയാണീൻ്റെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ തിളക്കാൻ വെച്ചിട്ടുണ്ട് വറവ് ചെയ്തിട്ട്. പിന്നെ ഞാൻ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലിതാ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വീഡിയോ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തേക്കാം. ഇതിൻ്റെ മേലെ ഞാൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ കൊടുത്തേക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിസ്ക്കറ്റ് പുഡിങ്ങാണ് ഉണ്ടാക്കിയത്. ഒരു ബദാം മിക്സിൻ്റെ ബിസ്ക്കറ്റ് പുഡിങ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു തട്ടിക്കൂട്ട് പുഡിങ് അതാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കിയത്. കാരണം മക്കളുള്ളത് കൊണ്ട് മാത്രം ഉണ്ടാക്കിയൊരു പുഡിങ്ങാട്ടാ. പിന്നെ തറവാട്ടത്തോരൊക്കെ വന്നിട്ടുണ്ടേനു. അപ്പോൾ ഒരു കുട്ടിക്ക് ഡ്രസ്സും പിന്നെ മോതിരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടുത്തെ മോനിട്ട് കൊടുത്ത് എന്താ പറയുക, നമ്മളിങ്ങനെ അന്ന് കൊടുക്കും. അങ്ങനെ ഗിഫ്റ്റ് കൊണ്ടുവരും കേട്ടോ, സ്വർണ്ണമായിട്ടോ ഡ്രസ്സായിട്ടോ അല്ലെങ്കിൽ
സാധാരണ സ്വർണ്ണവും ഡ്രസ്സൊക്കെ തന്നെ കൊടുക്കലെല്ലാവരും. അങ്ങനെ ഓരും കൊണ്ടുവന്നിട്ടേനു അതൊക്കെ ഇടിച്ച് നോക്കി ഓരോ കൊണ്ടുവന്ന ഡ്രസ്സായി പോയിട്ടുള്ള. ഇപ്പം അങ്ങനെ ഇതാ എൻ്റെ ബിരിയാണീൻ്റെ മസാല ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം ഞാനിതവിടെ കുക്കറിന്ന് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ബീഫ് മാറ്റിയിട്ട് ആ ഒരു മസാല മാത്രം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനിയിപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ 40ൻ്റെ അന്ന് കുട്ടീനെ അതിൻ്റെ ഉമ്മാനെ ഇങ്ങനെ അടുക്കള വശത്ത് കൂടി കൊണ്ടുവന്നിട്ട് നമ്മുടെ മുൻവശത്ത് കൂടി അകത്ത് കയറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു ചടങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ പണ്ട് മുതൽക്കേ നടത്തുന്നൊരിത്. അപ്പം നമ്മളതൊന്നും തെറ്റിച്ചില്ല, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഓളും ഞങ്ങളെല്ലാവരും കൂടി അകത്തൊക്കെ കയറി കുട്ടീനെ ഇതാ അവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ചോറായിട്ടുണ്ട് കേട്ടോ, ബിരിയാണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ദമ്മിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതാക്കാലോ. അപ്പം അതിനുവേണ്ടി ഇതാ ദമ്മിടാണ്. പിന്നെ അവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 1:30-2 മണി ഇങ്ങനെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് ദമ്മൊക്കെ പൊട്ടിച്ചു. നല്ലൊരു മണമുണ്ട് കേട്ടോ. പിന്നെ ബിരിയാണി തിന്നലൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞ. ആദ്യമായിട്ട് വെക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ബീഫ് ബിരിയാണി അങ്ങനെ വെക്കലില്ല. ചിക്കൻ ബിരിയാണി വെക്കും, പിന്നെ മന്തി വെക്കും എന്നല്ലാണ്ട് ഇതുപോലെ കല്യാണ വീട്ടിലെ ബീഫ് ബിരിയാണി ആദ്യമായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഏതായാലും അതൊന്നും കൊളായില്ല കേട്ടോ, നല്ല തന്നെയായിട്ട് വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബിരിയാണീൻ്റെ ആ ഒരു കല്യാണ വീട്ടിലെ ബിരിയാണി ഇങ്ങനെ ആ ഒരു മസാലയും ചോർക്ക് കൂടി കുഴഞ്ഞിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു കേട്ടോ, കാരണം അവർക്ക് വിശക്കുണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്ക് ആദ്യം ഭക്ഷണം കൊടുത്ത് അവർ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ബിരിയാണി, ചിക്കൻ ഫ്രൈയും സലാഡും അച്ചാറും ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയും കാണുന്നവരേക്കും ബൈ ബൈ.